ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന് ഇന്ന് സമാപനമാവുകയാണ്. ആർ നാസർ തന്നെ ആലപ്പുഴ CPM ജില്ലാ സെക്രട്ടറിയായി തുടരും. യു പ്രതിഭ MLA ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. MS അരുൺകുമാർ MLA, ആലപ്പുഴ ഏരിയ സെക്രട്ടറി അജയ് സുധീന്ദ്രൻ, മാരാരിക്കുളം ഏരിയ സെക്രട്ടറി C രഘുനാഥ് എന്നിവരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലാ കമ്മിറ്റിയിൽ നിന്നും 5 പേരെ ഒഴിവാക്കുകയും ചെയ്തു. രഘുനാഥ് നാരായണൻ ചേരുന്നുണ്ട്. രഘു, ഒരു ടേം കൂടി നാസറിന് നൽകുകയാണല്ലോ. ഒപ്പം പുതുമുഖങ്ങളായി ആരൊക്കെ ജില്ലാ കമ്മിറ്റിയിലേക്ക് എത്തിയിട്ടുണ്ട്, ആരെയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്? പ്രജീഷ്, തുടർച്ചയായ 2ാം തവണയാണ് ആർ നാസറിനെ CPM ജില്ലാ സെക്രട്ടറിയായി സമ്മേളനം തിരഞ്ഞെടുക്കുന്നത്. അതിനു മുമ്പ് അദ്ദേഹത്തിന് ഒരു 1.5 വർഷം കൂടി കിട്ടിയിരുന്നു. അതായത് സജി ചെറിയാൻ ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിൽ സജി ചെറിയാൻ മത്സരിച്ച് MLA ആയതിനെ തുടർന്ന് ആ ഘട്ടത്തിലും ആർ നാസറിനെ ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തിരുന്നു. ഇതിനുശേഷം സമ്മേളനവും ഇപ്പോൾ തുടർച്ചയായി 2ാമത്തെ സമ്മേളനവും ആർ നാസറിനെ ജില്ലാ സെക്രട്ടറിയായി വീണ്ടും തിരഞ്ഞെടുത്തിരിക്കുകയാണ്. നമ്മൾ ആദ്യം മുതൽ തന്നെ പറയുന്നത് ആർ നാസറിനെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് തുടരാനാണ് സാധ്യത കൂടുതൽ എന്നുള്ളത് കൊണ്ടാണ്. കാരണം ഒരു സമുദായ പരിഗണന കൂടി, അല്ലെങ്കിൽ സമുദായ ഘടകം കൂടി പരിഗണിച്ചാണ് ആർ നാസറിനെ വീണ്ടും തുടരാൻ ഒരു അവസരം കൂടി നൽകാൻ വേണ്ടി സംസ്ഥാന നേതൃത്വം നേരത്തെ തന്നെ ഒരു ധാരണയിലെത്തിയിരുന്നത്. പ്രത്യേകിച്ച് BJP ഉൾപ്പെടെയുള്ള BJP വലിയ രീതിയിൽ ആലപ്പുഴ ജില്ലയിൽ കായംകുളം, ഹരിപ്പാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വലിയ രീതിയിലുള്ള വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചു കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഒരു സാമുദായിക സന്തുലന അടക്കം പാലിച്ചുകൊണ്ടാണ് ആർ നാസറിന് വീണ്ടും ഒരു തവണ കൂടി തുടരാൻ അവസരം നൽകിയിരിക്കുന്നത്. ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് 5 പേരെയാണ് ഒഴിവാക്കിയത്. M സുരേന്ദ്രൻ, G വേണുഗോപാൽ ഇവർ 2 പേരും പാർട്ടിയുടെ മുതിർന്ന നേതാക്കളാണ്. പ്രായപരിധിയാണ് ഇവർക്ക് ബാധകമാക്കിയത്. പിന്നീട് P അരവിന്ദാക്ഷൻ, കായംകുളം ഏരിയ കമ്മിറ്റി കായംകുളത്ത് നിന്നുള്ള പ്രതിനിധിയാണ്, സമ്മേളന പ്രതിനിധിയാണ്. അദ്ദേഹത്തെ കായംകുളം ഏരിയ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയിരുന്നു കഴിഞ്ഞ സമ്മേളനത്തിൽ. കാരണം ചില സാമ്പത്തിക ആരോപണങ്ങളൊക്കെ P അരവിന്ദാക്ഷനെതിരെ N ശിവദാസന്റെ പേരിൽ ഉയർന്നിരുന്നു. N ശിവദാസിനെതിരെയാണ് സാമ്പത്തിക ആരോപണം ഉയർന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെയും ഒഴിവാക്കിയിട്ടുണ്ട്. ജലജ ചന്ദ്രൻ അവർ ഇപ്പോൾ ഒരു ബാലാവകാശ കമ്മീഷന്റെ ചുമതല വഹിക്കുകയാണ്. അതുകൊണ്ട് ജലജ ചന്ദ്രനെ ഒഴിവാക്കിയിട്ടുണ്ട്. പുതിയതായി യു പ്രതിഭയും ഒപ്പം ജില്ലയിലെ മറ്റ് വിഭാഗീയ പ്രശ്നങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ അവസാനിച്ചിട്ടില്ല എന്ന് മുഖ്യമന്ത്രി തന്നെ ചർച്ചയിൽ പറഞ്ഞ സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ജില്ലയിലെ നിലവിലെ മറ്റ് പ്രശ്നങ്ങൾക്ക് കൂടി പരിഹരിക്കാൻ തക്ക രീതിയിൽ ഒരിക്കൽ കൂടി നാസറിനെ മറ്റ് സാമുദായിക സമവാക്യങ്ങൾക്കൊപ്പം ഫീൽഡ് ചെയ്യിക്കുന്നു, വീണ്ടും നിയോഗിക്കുന്നു എന്നുകൂടിയല്ലേ? അതെ, ഇത് മാത്രവുമല്ല, യു പ്രതിഭാഹരിയെയും ഒപ്പം തന്നെ MS അരുൺകുമാറിനെയും കൂടി ഉൾപ്പെടുത്തിയപ്പോൾ അതിനൊരു യുവമുഖമായി എന്ന് മാത്രവുമല്ല, ജനപ്രതിനിധികളെ കൂടുതലായി പാർട്ടിയുടെ ചുമതലയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള CPMന്റെ നയം കൂടി അവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായി നമുക്കറിയാവുന്നതുപോലെ തന്നെ യു പ്രതിഭയ്ക്കെതിരെ കായംകുളം ഏരിയ കമ്മിറ്റി അല്ലെങ്കിൽ കായംകുളം നിയമസഭാ മണ്ഡലത്തിനുള്ളിൽ തന്നെ പാർട്ടിയിൽ അടക്കം ലോക്കൽ സമ്മേളനങ്ങളിലും ബ്രാഞ്ച് സമ്മേളനങ്ങളിലും ഒക്കെ വലിയ വിമർശനം പ്രതിഭ MLAക്കെതിരെ ഉയർന്നിരുന്നു. അവിടുത്തെ പാർട്ടി നേതൃത്വമൊക്കെയായി അല്പം അകൽച്ചയും വഴക്കും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും പാർട്ടി നേതൃത്വം അവർക്കൊപ്പമാണ് എന്നുള്ളൊരു പ്രഖ്യാപനം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ ഉണ്ടാകുന്നത്. ശരി, രഘുനാഥ് നാരായണനാണ് വിവരങ്ങൾ നൽകിയത്. ആർ നാസർ തന്നെ ആലപ്പുഴയിൽ CPM ജില്ലാ സെക്രട്ടറിയായി തുടരും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പുതുമുഖങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ജില്ലാ കമ്മിറ്റിയിൽ, അതായത് പുതുമുഖങ്ങൾ കൂടി യു പ്രതിഭ അടക്കമുള്ള, അരുൺകുമാർ അടക്കമുള്ള പുതുമുഖങ്ങൾ ജില്ലാ കമ്മിറ്റിയിലേക്ക് വരികയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ജില്ലാ സമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ചിലയിടങ്ങളിൽ പ്രത്യേകിച്ച് വോട്ടുകളൊക്കെ നഷ്ടപ്പെട്ടു പോയ സാഹചര്യം, അതൊക്കെ തിരിച്ചുപിടിക്കണം. അതോടൊപ്പം തന്നെ സമുദായ സംഘടനകളുടെ പിന്തുണ ഉറപ്പാക്കുകയും വേണമെന്നൊരു നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വരികയും ചെയ്തു.